പൊട്ടിച്ചോടിക്കേ. നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നു, ഒരുമിച്ച് പഠിച്ച്, ഒരുമിച്ച് ബിസിനസ് ചെയ്ത്, ഒരുമിച്ച് പൊട്ടി, നമുക്ക് ഒരുമിച്ച് മരിക്കും. നമ്മുടെ മരണം ഒരു ക്ലാസിക്കായിട്ട് ജനം പറഞ്ഞു നടക്കട്ടാ ചെയ്തള. Cheers. ശീല, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം, സത്യസന്ധമായിട്ട് എന്നോട് പറയണം. ഞാൻ നിന്നെ ചതിച്ചെന്ന് നിനക്ക് വല്ല തോന്നലുണ്ടാ മനസ്സിൽ? നമ്മള് ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാ. അന്നും ഇന്നും ഏതൊരു കാര്യത്തിനും നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുള്ളൂ. എന്റെ വീട്ടുകാര് പോലും എന്നെ ഉപേക്ഷിച്ച സമയത്ത് കാര്യം നീയെ എനിക്ക് കൂടെ ഉണ്ടായിട്ടുള്ളൂ. നമ്മളൊരു ബിസിനസ് ചെയ്തു, അത് പൊളിഞ്ഞുപോയി. അതല്ലാതെ അനവധി തവണ നമ്മൾ പല ശ്രമങ്ങളും നടത്തി നോക്കിയിട്ടുണ്ട്, പക്ഷെ വിജയിച്ചില്ല. പക്ഷെ ആളുകൾ അങ്ങനെയല്ലടാ പറയണത്. വെറുതെ നിന്നേച്ച നിന്നെ വിളിച്ചുണ്ടോന്ന് ഞാൻ ഈ ബിസിനസ്സിൽ പങ്കാളിയാക്കി നിന്നെ പറ്റിച്ച് നിന്നെ നശിപ്പിച്ചെന്നുള്ളതാണ് ഒരു വർത്താനം. നീ അത് വിശ്വസിക്കണ്ടെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. നമ്മൾ രക്ഷപ്പെടാനേ ശ്രമിച്ചിട്ടുള്ളൂ, രക്ഷപ്പെടാനേ ഭാര്യ ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ രക്ഷപ്പെടലോട് പോകാൻ പറയണ പേര്. ആ ആളുകൾ ആരും ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലല്ലോ. നീ പറ, നീ സത്യസന്ധമായിട്ട് പറ. വെള്ളപ്പൊക്കം വന്നത് ഞാൻ കാരണമാണാ? ഈ നാട്ടിൽ കൊറോണ വന്നിട്ട് 3 കൊല്ലം രാജ്യം അടച്ചിട്ടത് ഞാൻ കാരണമാണാ? നീ പറ. നമുക്ക് തമ്മിൽ ഒരു വിശ്വാസം ഉണ്ടായ മതി പേര്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിച്ചിട്ടില്ല. ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ വിധി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അത് നമുക്ക് അനുകൂലമല്ല. എല്ലാവരും വിജയിക്കണമെന്നില്ലല്ലോ, പരാജയപ്പെടുന്നവരും ഇല്ലേ ഭൂമിയില്. നമ്മൾ പരാജയപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ചവരാടാ. നമ്മൾ പരാജയപ്പെടാൻ വേണ്ടി അല്ല. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാ? നമ്മുടെ ബിസിനസ് ഒന്ന് പച്ച പിടിച്ച് വന്നപ്പോ അല്ലേ ഈ ബുദ്ധിമുട്ടൊക്കെ കൂടി നമുക്ക് വന്നത്. ആർക്കും വേണ്ടാത്തവരാണെങ്കിൽ ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനാ വിചാരിക്കുക നമ്മള്? ഇനി വേണ്ട. നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോ കുടുംബമുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ക്ലബ്ബുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ പരിപാടിയും സ്പോൺസർ ചെയ്തത് നമ്മളല്ലേ ഈ നാട്ടിലാ. ഇപ്പൊ ഒരു പന്നിക്കും നമ്മളെ വേണ്ട. ഇനി ഞാൻ ഒരു കാര്യം കൂടി നിന്നോട് ചോദിക്കാം. നമ്മളിപ്പോ എടുത്ത തീരുമാനം
നിന്റെ സ്വന്തം ഇഷ്ടത്തോടെ ചെയ്യണേണ്, അല്ലെ ഞാൻ നിർബന്ധിച്ചിട്ട് നീ മനസ്സുണ്ടാക്കിയാണ്? അത് നീ പറ. ഈ തീരുമാനം നിന്റെ മനസ്സിൽ ഉറപ്പിച്ചെടുത്ത തീരുമാനമല്ലേ? കാര്യേ, ഇതുവരെ നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ചിട്ടുള്ള, ഒരുമിച്ച് ഒപ്പം നിന്നിട്ടുണ്ട്. മരിക്കുന്നിടത്ത് എന്താ പിന്നെ നിനക്കൊരു സംശയം? ഇവിടെ നമ്മുടെ തീരുമാനം ഒന്നിച്ചെടുത്തതാവണ്ടേ? നിനക്കെന്താ സംശയം? സംശയമില്ല, ഞാൻ ചോദിച്ചാണ്, നീ അതടിക്ക്. എനിക്ക് ഒരു സംശയം മാത്രമേ ഉള്ളൂ പ്യാരെ. ഇത് കഴിച്ചാ നമ്മൾ മരിക്കില്ലേ? ഉറപ്പായിട്ടും മരിക്കും. ഞാനിത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത സാധനമാണ്. ഇത് 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് മരിച്ചില്ലേ വയറിളകും, അത് ഛർദിക്കും. പക്ഷെ അത് ഉള്ളിൽ ചെന്ന് നമ്മൾ ഉറപ്പായിട്ടും മരിക്കും. മറ്റവള് മാങ്കോ ജ്യൂസിൽ കൊടുത്തില്ലേ രേഷ്മ, സെയിം പ്രൊഡക്റ്റ് ആണത്. ധൈര്യമായിട്ട് വിശ്വസിക്കാം. പൊട്ടിച്ചോടിക്ക്. ഇത് കഴിച്ചിട്ട് മരിച്ചിട്ടില്ലെങ്കിണ്ടല്ലോ, ആശുപത്രി ചെന്നാ മൂട്ടി കൂടെ മരുന്ന് കയറ്റി മൊത്തം കലക്കിയിട്ട് അവര് പുറത്തേക്ക് ഇറക്കുള്ളൂ. ഇല്ല ചെയ്തുള്ള ഇത് സ്വയംഭം സാധനമാണ്. ഒരു വേദന ഉണ്ടാവില്ല. കുടല് നശിച്ച് പണ്ടാറടങ്ങി ഞങ്ങൾ ചത്തുപോകും. ഒരു ശല്യം ഉണ്ടാവില്ല. നീ അത് വലിച്ചേ, വലിക്കത്. നിന്നെയൊക്കെ കാണിച്ചു തരാടാ. ഞങ്ങൾ ആരാണെന്ന് കാണിച്ചു തരാം. നിനക്ക് എന്തെങ്കിലും മാനസാന്തരം തോന്നിയാൽ നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷെ ഒഴുക്കി പേരേ, ഒരു തുള്ളി പോലും ഞാൻ കൂടുതൽ എടുത്തിട്ടില്ല. കച്ചവടത്തിലും എടുത്തിട്ടില്ല, ഇതിലും എടുത്തിട്ടില്ല. അത്രേ സത്യമുള്ളവനാ പ്യാരി. ദൈവമേ, വലിയ ഇടങ്ങേറില്ലാതെ ഒന്ന് ഞങ്ങളെ രണ്ടുപേരെയും തീർത്ത് തന്നേക്കണം. നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നു, ഒരുമിച്ച് പഠിച്ച്, ഒരുമിച്ച് ബിസിനസ് ചെയ്ത്, ഒരുമിച്ച് പൊട്ടി. നമുക്ക് ഒരുമിച്ച് മരിക്കാം. നമ്മുടെ മരണം ഒരു ക്ലാസിക്കായിട്ട് ജനം പറഞ്ഞു നടക്കട്ടാ ശീതള. ഒരു മിനിറ്റ്. എന്തേ? തീർന്നതിന് മുമ്പ് ഞാൻ എന്റെ മോന്റെ ശബ്ദം ഒന്ന് കേൾക്കട്ട. വിളിക്കും. നല്ലോണം പഠിക്കണമെന്ന് പറയുന്നത്. ബെല്ലടിക്കണതിന് മുമ്പ് ഒരു 100 കൂട്ടം കാര്യങ്ങൾ ഗവൺമെന്റിന് പറയാനുണ്ട്. അത് കേട്ടിട്ട് വേണം ഫോൺ എടുക്കണേ. ആ, ബെല്ലടിക്കണ്ട്. എടുക്കൂല. നിന്നെയൊക്കെ ഒരു പട്ടിക്കും വേണ്ട. എടുക്കൂല. എങ്ങനെയുണ്ട്? ആ കൊച്ചിനെ വരെ പറഞ്ഞ് തിരിപ്പിച്ചേക്കാണ് അവള്. 10 വയസ്സില്ലാത്ത തെണ്ടിനെ ഒന്നും വിളിച്ചെടുക്കണ്ടെന്ന്. അടിക്കാൻ പറ്റേ? നീ ആ ഫോൺ എടുത്ത് ഫോർമാറ്റ് ചെയ്തോ. നമ്മ ചത്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഊളയൊക്കെ നമ്മുടെ ഹിസ്റ്ററി നോക്കിയാൽ മാനം പോവും. ഫോർമാറ്റ് ചെയ്തോ. പോയില്ലേ? കുടിച്ചോ. Cheers.
ഞാനെങ്ങനെ കഴിക്കുന്ന ദൈവമേ. രാഘവേട്ടോ, ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ എന്താണ് കാരണം? വല്ല കടബാധ്യത ഉണ്ടായിരുന്നോ? കടബാധ്യത ഉണ്ടായാല് ഞാൻ തീർക്കൂലേ? ഒരേ ആത്മഹത്യ ചെയ്യണം. ആരും അറിയാതെ ഞാനൊരു 25 ലക്ഷം ബാങ്കിലിട്ട് അതെടുത്ത് ഞാൻ ഒരു കോഴിക്കട്ടിയില് ഞാൻ അറിയാത്ത. ഞാനതറിഞ്ഞില്ലല്ലോ. അല്ല രാഘവേട്ടാ, ശീതളിനും പ്യാരിയും ഒന്നിച്ചല്ലേ വിഷം കഴിച്ചത്, എന്നിട്ട് ശീതളൻ മാത്രം ഇങ്ങനെ രക്ഷപ്പെട്ടു? ആ പറമ്പിൽ പോയി കിടന്നിട്ടല്ലേ ആ ശീതളൻ വീട്ടിൽ പോയി കിടന്നു. അപ്പൊ ഛർദി കണ്ടിട്ട് മക്കളെല്ലാം ഭാര്യയെല്ലാം കൊണ്ടുപോയിട്ട് ആസ്പത്രിയിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി. ഇവർ ആ പറമ്പിൽ ഒറ്റക്ക് കിടന്നിട്ട് ആടേ പോയി. എന്റെ അമ്മേ, ശീതള മരിച്ചില്ലേ? പിന്നെ ഇല്ലേ സദ്യ? ഒന്ന് പോയടാ ഊളെ, നീയൊക്കെ എന്റെ തീറ്റ കാണാതെ നടക്കാണ്. 16 എന്ത് പണിയാളെ ഈ കാണിച്ചു വെച്ച്? നിങ്ങൾ വിഷം കഴിക്കുമ്പോ ഈ ചേച്ചിയും മോനെ ഒന്ന് ഓർത്തൂടെ? അളിയന് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്, നമുക്കറിയുന്ന കാര്യം തന്നെയാ. പക്ഷെ ആത്മഹത്യ ചെയ്തതിനെ കൊണ്ട് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റും ഇതിനൊക്കെ? ശീതള, ശീതള, കാര്യടാ, എടാ ഇവിടെ നോക്കടാ. എടാ ഞാൻ മരിച്ചെന്ന് പറഞ്ഞ ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോ അച്ഛനാ പറഞ്ഞത് നീ രക്ഷപ്പെട്ട് നീ ആശുപത്രിയിൽ കാണുന്നൊക്കെ. എടാ ഒന്ന് നോക്കടാ, കാര്യടാ. എടാ, അന്ന് സംഗതി ശരിയാണ്, എന്റെ മൊബൈൽ ഓഫായിരുന്നു, ചാർജ് ഇല്ലായിരുന്നടാ. ഞാൻ ചാർജ് കുത്തിയിട്ടേക്കായിരുന്നു. അത് കഴിഞ്ഞ് അത് ഓൺ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു, കിട്ടണില്ല. ആ നേരത്തിലാണ് അതൊക്കെ നമ്പറാടാ, ഓഫ് ചെയ്തിട്ടതാടാ, ബെല്ലടിക്കണ കേട്ടതല്ലേ. ഇല്ല, അളി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നമ്മളെ വീടിന്റെ പാർട്ടീഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ചേച്ചിക്കുള്ള അവകാശം അവിടെ തന്നെ ഉണ്ട്. അവകാശം വിറ്റാത്തന്നെ 10-30 ലക്ഷം രൂപ അളിയന് കിട്ടില്ലേ? അത് വെച്ചിട്ട് സുന്ദരമായിട്ട് കടം വീട്ടിക്കൂടെ? പിന്നെ എന്തിനാണ് ഈ പണി കാണിച്ചു വെച്ചേക്കണേ? ഇനിയിപ്പോ എന്തായാലും ആ കാര്യത്തിൽ നമ്മളൊരു തീരുമാനമാകും. അത് പെട്ടെന്ന് തന്നെ അതിന്റെ പണിയെടുക്കാം. ഇതിനൊക്കെ കാരണം പ്യാരി എന്നുള്ള ഊളയില്ലേ, അവനാണ്. അവൻ ചത്തില്ലെങ്കിലേ അവൻ ഞാൻ കൊന്നേനെ. നിനക്കിതൊന്നും നേരത്തെ പറയാറുന്നില്ലടാ, തെണ്ടി അളിയാ. വിഷം വാങ്ങാനും കൂടി കാശില്ലാതെ ഇടയ്ക്കായിരുന്നു ഞാനും നിന്റെ അളിയനും. അബദ്ധമായി പോയല്ല ദൈവമേ. മാത്രല്ല, ആ തവളക്കുണ്ടിലെ സ്ഥലയില്ലേ, അവിടെ വരാൻ പോകുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാ. പോരാത്തിന് ഹൈവേയും. അതൊക്കെ വന്നു കഴിഞ്ഞ പിന്നെ സ്ഥലത്തിന്റെ റേറ്റ് എത്രയാ? തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് വെറുതെ വിഷവും മേടിച്ച് കുടിച്ചു ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. എവിടെയുണ്ടാ ഉണ്ണി എവിടേക്ക് തെരഞ്ഞെ? വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോ മയ്യത്ത് എടുത്തു പോയി നടക്കും. പിന്നെ ഞങ്ങള് ക്ലബ്ബിൽ പോയി, ക്ലബ്ബിൽ തന്നെ കാണില്ല, എല്ലായിടത്തും തെരഞ്ഞേ. മൊയ്തൂക്ക, ഞാനും ശീതളനും കൂടിയാ വിഷം അടിച്ചത്. അത് ഞാൻ ചത്തുപോയി, അവര് രക്ഷപ്പെട്ട്. ഇപ്പൊ എല്ലാ സംവിധാനവും സൗകര്യവും ഒക്കെ അവരുണ്ടാക്കി കൊടുക്കുകയാണ്. എനിക്ക് അബദ്ധം പറ്റി മൊയ്തൂക്ക. അല്ല, എങ്ങനെ ഓൻ രക്ഷപ്പെട്ട? എങ്ങനെ? അവൻ വിഷവും കുടിച്ചിട്ട് എങ്ങനെയോ വീട്ടിൽ ചെന്ന് പെട്ട് അവര് ആശുപത്രി കൊണ്ടുവന്ന്. ഞാൻ ആ പറമ്പിൽ വാളും വെച്ച് കിടന്നു പോയല്ല. ശരി, അവിടെ കിടന്ന് ചത്ത്. പിന്നെ ചേട്ടൻ അറിയാമോ, ആ സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. എനിക്ക് ആ ജോലി ശരിയായി ചേട്ടാ, നല്ല ശമ്പളാ. അതിനിടയിലല്ലേ ഓടിപ്പോയതൊക്കെ ചെയ്തത്. ചിന്തിച്ചൂടായിരുന്നു അളിയതൊക്കെ. എന്തിനാടാ നീ വിഷം മരിക്കാൻ തിരഞ്ഞെടുത്തിന്? എന്തെല്ലാം സാധനമുണ്ട്. കയറ് പോയാ
റെയിൽവേ ട്രാക്ക് എന്തിനു പറഞ്ഞ വെറുതെ എന്തെല്ലാം ഉണ്ട് സാധനം. പോയി ഉണ്ണി ഞാൻ ഒന്നും പറയണ്ട, എന്തായാലും കഴിഞ്ഞില്ലേ. പിന്നെ ഞങ്ങൾ കുറെ തന്നെ അവസരം നമ്മളെ സുമേഷ് ചേട്ടനെ പറഞ്ഞ ഈ ശീതളിനെ കാണാൻ ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കിടന്നിട്ട് സെന്റ് അടിച്ചിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. ഇനി നമ്മളെ യൂണിയൻ ഉണ്ട്, ആ യൂണിയനിലാണ് ചേരുക. ഫുൾ ടീം തന്നെ കാത്തിക്കുന്നുണ്ട്. നമുക്ക് സ്ട്രോങ് ആടാ, നമുക്ക് ഒന്നും ടെൻഷൻ അടിക്കണ്ട. ശീതള ഇല്ലാത്ത കാശുണ്ടാക്കി ഒപ്പിരുന്ന് വിഷമടിച്ചിട്ട് എങ്ങനെ കാണാതെ കിടക്കാൻ തോന്നണ്ട നിനക്ക്? ഓക്കെ ഒരു ഭാര്യയായി, മക്കളായി, അളിയനായി, അവ തിരിഞ്ഞു നോക്കാത്തൊന്ന് അറിയണവൻ. ഒന്നും പറയാൻ നിൽക്കട്ടാ. നമുക്ക് ഇവിടെ ജോലിയാക്കാം, ഫുൾ കമ്പനി ഉണ്ട്. വാ, ഉണ്ണി വാ.